ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ ഏറ്റവും അധികം സ്ത്രീകൾ പീഡനം അനുഭവിക്കുന്നത് ഒരു സമയത്ത് ഹിന്ദു മതവിഭാഗത്തിലുള്ള സ്ത്രീകളായിരുന്നു. അതിനുശേഷം ഒരുപാട് പരിവർത്തനം നമ്മുടെ മതവിഭാഗത്തിൽ ഉണ്ടായി. സാമൂഹിക പരിഷ്കർത്താക്കൾ വന്നു. അവർ ഈ ജാതീയപരമായിട്ടുള്ള പല പരിഷ്കാരങ്ങളും നടത്തി. ഈ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ ഇതൊക്കെ ഒരു എക്സ്റ്റെന്റ് വരെ അവർ മാറ്റിയെടുത്തു, കേരളത്തിലെങ്കിലും. ഇപ്പോൾ അതെല്ലാം മനുഷ്യരുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. അതിങ്ങനെ പുറമെ പറയാറില്ല. അത് നമ്മുടെ ഒരു നിയമവ്യവസ്ഥയുടെ കൂടെ ഒരു ഭാഗമാണ്. കാരണം പുറമെ പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചകത്തിടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എങ്കിലും ഇപ്പോഴും ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പല ഉൾനാടൻ ഗ്രാമങ്ങളിലും ഇപ്പോഴും ഇതൊക്കെ അതിഭീകരമായി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിൽ തന്നെ ആയിരുന്നാലും ദുരഭിമാന കൊല നടത്തുന്നത്, അതായത് സ്വന്തം മകൾ മറ്റൊരു ജാതിയിൽ നിന്ന് വിവാഹം കഴിച്ചാൽ ആ മകളെ കഴുത്തറുത്ത് കൊല്ലുന്നത് അഭിമാനമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. എങ്കിലും അത് മാറി വരുന്നു. അതിനെക്കുറിച്ച് ശബ്ദമുയർത്താൻ ഇവിടെ ആർക്കും മടിയില്ല. ശബ്ദമുയർത്തിയാലും അതിനൊരു പരിഷ്കാരം വരും എന്നുള്ള ഒരു ഹോപ്പ് എവിടെയെങ്കിലും നമുക്കുണ്ട്. അത് വരികയും ചെയ്യും. കാരണം സർക്കാരും ജനങ്ങളും എഫക്റ്റീവായിട്ട് ഈ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. പക്ഷേ യാതൊരു പരിവർത്തനവും വരാതെ സ്ത്രീകളെ അന്നും ഇന്നും അടിച്ചമർത്തി ഇട്ടിരിക്കുന്ന ഒരു മതവിഭാഗമാണ് ഇസ്ലാം എന്ന് നമുക്ക് പ്രധാനമായും എടുത്ത് പറയേണ്ടി വരും. അങ്ങനെ ഒരു മതവിഭാഗത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് ഒരു ആശ്വാസം എന്ന രീതിയിലാണ് 2014 ശേഷം നരേന്ദ്രമോദി വന്നതിന് ശേഷം ഈ മുത്തലാഖ് നിയമമൊക്കെ കൊണ്ടുവരുന്നത്. മുത്തലാഖ് നിയമം കൊണ്ടുവന്നു. പോരാത്തതിന് ഈ സ്ത്രീകളെ 18 വയസ്സിൽ വിവാഹം കഴിപ്പിക്കാതെ 21ാമത്തെ വയസ്സിലേക്ക് അവർ വിവാഹം കഴിക്കുന്ന തരത്തിലേക്ക് ഒരു നിയമം കൊണ്ടുവരണമെന്ന് പറയുന്നു. പക്ഷേ ആ നിയമത്തിനെല്ലാം ഇവിടെയുള്ള സ്ത്രീകൾക്ക് വേണ്ടി നവോത്ഥാനം നടത്തുന്ന, സ്ത്രീകൾക്ക് വേണ്ടി വനിതാ മതില് കെട്ടുന്ന, സ്ത്രീകളുടെ ഉന്നമനത്തിനും പുരോഗമനത്തിനും വേണ്ടി യോനി കവാടം പണിയുന്ന അങ്ങേയറ്റം സ്ത്രീകളെ സ്ത്രീകൾ അണിയറയിൽ നിന്ന് അരങ്ങിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുകയാണ്. കഴിഞ്ഞ ദിവസം തെലങ്കാന ഹൈക്കോടതിയുടെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വിധി ഉണ്ടായിരുന്നു. അതായത് മുസ്ലിം സ്ത്രീക്ക് ഇനി വിവാഹ മോചനം നേടണമെങ്കിൽ ഖംല ആവശ്യമില്ല എന്നുള്ളത്, അതായത് പുരുഷന്റെ അനുവാദം ആവശ്യമില്ല എന്നുള്ളതായിരുന്നു തെലങ്കാന ഹൈക്കോടതിയുടെ ആ ഒരു വലിയ സുപ്രധാനമായിട്ടുള്ള വിധി എന്ന് പറയുന്നത്. അപ്പോ തെലങ്കാന ഹൈക്കോടതിക്ക് ഇങ്ങനെ വിധി പ്രഖ്യാപിക്കും, നമ്മുടെ കേരളം പുറകിലോട്ട് നടക്കുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം കേരളത്തിൽ ഏതൊരു മേഖല എടുത്തു കഴിഞ്ഞാലും സർക്കാർ ഈ മതമൗലികവാദ സംഘടനകൾ മെരുങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണേണ്ടി വരുന്നത്. മെരുങ്ങുന്നത് മാത്രമല്ല, ഒരു ഭയപ്പാടോടുകൂടി സർക്കാർ മെരുങ്ങുന്ന കാഴ്ചയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതേസമയം മറ്റ് മതങ്ങളോട് സർക്കാരിന് ഭയമില്ല. ഒരു ഹിന്ദു സംഘടന എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു സംഘടനയുടെ താടിക്ക് തട്ടാനും, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ സംഘടന എന്തെങ്കിലും ഒരു അഭിപ്രായം അവരുടെ മതപരമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ താടിക്ക് തട്ടാനും സർക്കാരിന് ഭയമില്ല. സാംസ്കാരിക മാലിന്യങ്ങൾ ഒരുപാടുണ്ടല്ലോ നമ്മുടെ ഈ കേരളത്തിൽ. അപ്പൊ ഇവർക്കും യാതൊരുവിധ ഭയമില്ല ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തട്ടിക്കളിക്കാനായിട്ടും. അത് തട്ടിക്കളിക്കുക എന്നുള്ളതിലുപരി പറയുന്ന കാര്യങ്ങൾ ന്യായമല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളൊരു നാട്ടു നടപ്പാണ്. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ന്യായമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടപ്പുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ ഈ മദ്രസ പഠനം ഇവർ പറയുന്നത് പോലെയാണ് സർക്കാർ ഈ സ്കൂളുകളിൽ സമയം ക്രമീകരിക്കേണ്ട ഒരു അവസ്ഥ എത്തിയിരിക്കുന്നത്. അവർ പറയും ഞങ്ങളുടെ കുട്ടികൾക്ക് മദ്രസയിൽ ഇത്ര സമയത്ത് പോകണം, അതുകൊണ്ട് നിങ്ങൾ സ്കൂൾ ഇത്ര സമയം തുടങ്ങിയാൽ മതി എന്ന് പറയുമ്പോൾ ഇവിടെ സർക്കാർ മെരുങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ വന്ന ഒരു വിവാദം സുംബ വിവാദമാണ്. ഈ സുംബ വിവാദമൊക്കെ വന്നിട്ടും സാംസ്കാരിക മാലിന്യങ്ങളൊന്നും പ്രതികരിച്ചിട്ടില്ല. കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക മാലിന്യമാണല്ലോ സുനിൽ പി ഇളയിടം. അയാളാണെങ്കിൽ മറ്റേ താലിബാൻ അവിടെ അധികാരത്തിലേറിയപ്പോൾ അതിനെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് വിമർശിച്ചതാണ്. അതിന്റെ എന്താ പറയാ, ആ പക്ഷിയുടെ തൂവലിന്റെ തുമ്പത്തൊന്ന് തൊട്ടതേ ഉള്ളൂ അയാൾ, അല്ലാതെ കയറി പിടിക്കാനൊന്നും അയാൾ പോയില്ല. അയാൾ പറഞ്ഞു ഇത് ശരിയല്ല എന്ന് പറഞ്ഞ ഉടനെ ഇയാൾക്ക് വധഭീഷണി വന്നു. വധഭീഷണി ഇയാൾക്ക് വന്നതിന് ശേഷം ഇയാളെ പിന്നെ ലൈം ലൈറ്റിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇയാള് സർക്കാരിന്റെ യാതൊരുവിധ സെറ്റപ്പും ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ താത്വിക ആചാര്യൻ എന്ന് പറയപ്പെടുന്ന ഒരു മാലിന്യമാണ് ഇയാൾ. അപ്പോ വേറൊരു സാംസ്കാരിക നായകനും ഇയാൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ സുംബ എന്ന് പറയുന്ന ഡാൻസ് വന്നപ്പോൾ ഇതിനെതിരെ വലിയ പ്രതിഷേധം. അതായത് സർക്കാർ സ്കൂളുകളിൽ സുംബ ഡാൻസ് കുട്ടികളെ പരിശീലിപ്പിക്കണം, അതൊരു വ്യായാമത്തിന്റെ ഭാഗമായിട്ടൊക്കെ പരിശീലിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഇവർക്കത് പറ്റില്ല. ഇവർക്കറിയാലോ, ഇവരുടെ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ബിക്കിനി അല്ലെങ്കിൽ പർദ്ദ, ഇതിന്റെ നടുക്കൊന്നും വസ്ത്രമില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലൈൻ. അതാണ് ഇവരുടെ ഒരു പൊതുബോധമാണ് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്. അത് പക്ഷേ എത്ര പരിഹാസ്യമാണെന്നും ട്രോളുകൾക്ക് വിധേയമാവുന്നെന്നും ഇവർ മനസ്സിലായിട്ടില്ല. ഇതവർക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു 100 ആണ്ട് കൂടെ ഇവര് ഫ്രണ്ടിലോട്ട് പോകണം. അപ്പോഴേ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഒരു ലെവലിലേക്ക് ഇവരെത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സംഭവം, ഈ സുംബ ഡാൻസ് ആണും പെണ്ണും ചേർന്നുള്ള
എന്താണ് കെട്ടിമറിയലാണ് എന്നാണ് ഇവർ പ്രധാനമായിട്ട് പറയുന്നത്. അല്പവസ്ത്രധാരികൾ, ഒരു സ്കൂളിലെ കുട്ടികളെയൊക്കെ കുറിച്ച് പറയുന്നതാണ്. അല്പവസ്ത്രധാരികളായിട്ട് കുട്ടികൾ പോയി കുത്തിമറിയുന്നതാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ചക്കയാണ്, മാങ്ങയാണ്, ആനയാണ്, കോടയാണെന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. ഇവർക്ക് ഒന്നെങ്കിൽ ബിക്കിനി അല്ലെങ്കിൽ പർദ്ദ, ഇതിന്റെ ഇടയിൽ ഇവർക്ക് യാതൊരുവിധ വസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു ബോധവുമില്ല എന്നുള്ളതാണ്. അത് ഞങ്ങൾ അനുവദിക്കില്ല, ഇത് ഞങ്ങളുടെ കുട്ടികളെ ഇത് കളിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. സർക്കാർ മിരിങ്ങിയല്ലോ, സർക്കാർ യാതൊരുവിധ കാര്യവും പറഞ്ഞിട്ടില്ല, സർക്കാർ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. ശിവൻകുട്ടിയൊക്കെ ആണെങ്കിൽ ഹിന്ദു സംഘടനകൾ വല്ലതുമാണ് പറഞ്ഞെങ്കിൽ ചാടി ഇറങ്ങിയേനെ. ഇപ്പൊ സുംബ ഫെസ്റ്റ് ഒക്കെ നടത്തിയേനെ ശിവൻകുട്ടി. ഇപ്പൊ പാറശാല മുതൽ കാസർഗോഡ് വരെ അയാൾ നടത്തിയേനെ. അപ്പോ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ ഇങ്ങനെ ഭയന്നുകൊണ്ട്, ഈ സംഘടനകളെയൊക്കെ ഭയന്നുകൊണ്ട് നമുക്ക് എന്താ പറയുക, നമ്മുടെ ഈ ഒരു ന്യായമായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കാതെ ആ ഒരു മതത്തിന്റെ ആ ഒരു ചട്ടക്കൂട് അനുശാസിക്കുന്ന പല കാര്യങ്ങൾക്കും സർക്കാർ വഴിപ്പെട്ടുകൊണ്ട് ഈ സർക്കാരിന് എത്ര ദൂരം ഇങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ പറ്റും? ധനുഷ് ആദ്യം പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷെ ഇന്നും മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ആരും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനോ ഏതെങ്കിലും മാധ്യമം അതൊരു ലേഖനമാക്കാനോ തയ്യാറായിട്ടില്ല. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയപരമായി ചിന്തിക്കുന്ന ഒരു വിഭാഗമായി നമ്പർ 1 അല്ലെങ്കിൽ പ്രബുദ്ധരെന്നൊക്കെ പറയുന്ന നമ്മുടെ നാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വടക്കേ ഇന്ത്യയിൽ ഇല്ലെങ്കിൽ തമിഴ്നാടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് പറഞ്ഞത്, ദുരഭിമാന കൊല നടന്നിരുന്ന ഇടങ്ങളൊക്കെ തന്നെയാണ്. ജാതീയപരമായ ഒരുപാട് ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്നതാണ്. ഇന്നിപ്പോ അത്തരം വാർത്തകളൊന്നും തന്നെ ഇല്ല. അത്തരം വാർത്തകൾ നമ്മൾ കാണണമെങ്കിൽ നമ്മുടെ മലയാളം മാധ്യമങ്ങൾ കാണണം. ആ മലയാള മാധ്യമങ്ങളിൽ പോലും കേരളത്തിൽ അതെ, അല്ല, ആ മലയാള മാധ്യമങ്ങളിൽ പോലും നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനൊരു വാർത്ത ഇപ്പോൾ വരുന്നില്ല എന്ന് കാരണം അവരാണല്ലോ ഈ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബീഹാറിൽ എന്തുണ്ടായി, യു പിയിൽ എന്തുണ്ട്, അവിടെ പോലും അത് വരുന്നില്ല എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഏതാണ്ട് വലിയ രീതിയിൽ കുറഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മറ്റൊന്ന്, ഈ എന്താ പറയുന്ന ഇത്തരം വിഭാഗങ്ങളെ കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് നേരെ വെല്ലുവിളി ഉയർത്താൻ വേണ്ടിയിട്ടുള്ള വിപുലമായ ശ്രമം ഇപ്പോഴല്ല തുടങ്ങിയിരിക്കുന്നത്. അതിപ്പം ജമാഅത്ത് ഇസ്ലാമായിട്ട് സോളിഡാരിറ്റി ആയാലും, ഒപ്പം തന്നെ അവരുടെ മുദ്രാവാക്യം തന്നെ ദളിത് പരിസ്ഥിതി ആദിവാസി എന്നാണ്. അവരെ ഉയർത്തിക്കൊണ്ടുവരിക, അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിക്കുക, അത് വിവാദമാകുമോ എന്ന് ശ്രമിക്കുക, വിവാദമായില്ലെങ്കിൽ പിന്നെ അവരെ പൊക്കി താഴെ ഇടും. ഇത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടും നടത്തിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ പല രീതിയിലാണ് കേരളത്തിൽ നടക്കുന്നത്. ഇപ്പൊ ഈ ലേറ്റസ്റ്റ് വന്നിരിക്കുന്നതാണ് ഈ സുംബ വിവാദം. ഇതിനു മുമ്പ് നമ്മുടെ ശൈലജ ടീച്ചറൊക്കെ മന്ത്രിയായിരിക്കുന്ന കാലത്ത് യോഗ കൊണ്ടുവന്നിരുന്നു. യോഗ അന്ന് ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ യോഗാ ദിനവും ഒക്കെ കൊണ്ടുവന്നു. അപ്പോൾ അന്ന് കൈകൂപ്പുക എന്ന് പറയുന്നത് അതിനകത്ത് അതിന്റെ യോഗയുടെ ഒരു ക്രമം ആണ്, നടപടിക്രമമാണ് അത്. അതല്ലാതെ ഏതെങ്കിലും ദൈവത്തെ വിളിക്കാനല്ല. നമസ്കാരം അതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ടീച്ചർ കൈകൂപ്പാതിരിക്കുന്നതൊക്കെ വലിയ ഹൈലൈറ്റ് ചെയ്ത് പല മാധ്യമങ്ങളിലൊക്കെ വന്നു. പിന്നീട് എന്താണ് നാം കണ്ടത്? ലോകം മുഴുവൻ യോഗയെ അംഗീകരിക്കുന്നു. സൗദി പോലും അവരുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി ലോകം മുഴുവൻ. കാരണം നമുക്ക് മോശമെന്ന് തോന്നുമ്പോൾ അവർക്കത് നല്ലതാണ്, ഗുണമുള്ളതാണെന്ന് അവർക്ക് തോന്നുന്നു. നമുക്കറിയാം, ഗുണമില്ലാത്തൊരു സാധനം പല ഗൾഫ് രാജ്യങ്ങളായാലും യൂറോപ്യൻസ് ആയാലും അതിനെ അംഗീകരിക്കില്ല. ഇന്നിപ്പോ യോഗാ ദിനം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഇല്ലെങ്കിൽ ആചരിക്കുന്ന ഒരു ദിനമായി മാറിയിരിക്കുന്നു. ഇപ്പൊ പിന്നെ എല്ലാവരും ഇവിടെ ഒരു വിഭാഗം മാത്രം അന്നും ഇന്നും പറയുന്നു യോഗ മതപരമാണ് എന്ന് പറയുന്നു. അതിലെന്താണ് മതപരം എന്നുള്ളത് കാര്യം ഇപ്പോഴും മനസ്സിലാകുന്നില്ല. രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താ അറിയോ ചേട്ടാ, ഈ പറയുന്ന മുസ്ലിം സംഘടനകളുടെ പുരുഷ മേധാവിത്വം അതിഭീകരമായിട്ടുള്ളൊരു മതമാണ്. പുരുഷ മേധാവിത്വം അതിഭീകരമായിട്ടുള്ളൊരു മതമാണ് മുസ്ലിം എന്ന് പറയുന്നത്. കാരണം ഈ പുരുഷ മേധാവിത്വം കൊണ്ടാണ് ഇവർ ഈ സ്ത്രീകളെ മുഴുവൻ വരിഞ്ഞു മുറുക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെ സ്ത്രീകൾ മുഴുവൻ സ്വാതന്ത്ര്യം അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന സ്ത്രീകളാണ്. ബിജുചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇവർക്കൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്കിപ്പോൾ നൃത്തം ചെയ്യാനോ ഇവർക്ക് ഇവരുടെ ആക്ടിവിറ്റീസ്, എന്ത് ആക്ടിവിറ്റീസോ ആയിക്കൊള്ളട്ടെ, സമൂഹത്തിൽ സാധാരണ സ്ത്രീകൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്യാനോ ഇവർക്കൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇവരത് മതിമറന്ന് ചെയ്യുന്നതാണ്. ഉദാഹരണം, ഈ സ്കൂളിലൊക്കെ ചില യുവജനോത്സവങ്ങളൊക്കെ വരുമ്പോൾ ഈ തട്ടമിട്ട പെൺകുട്ടികൾ ഡാൻസ് കളിക്കുക, ഓണാഘോഷത്തിന് ഇവർ ഡാൻസ് കളിക്കുക, അവർ മതിമറന്ന് ചെയ്യുന്നതാണ്. അതൊക്കെ വലിയ വിമർശനത്തിന് വിധേയമാവാറുണ്ട്. ഈ വീഡിയോസൊക്കെ എടുത്തിട്ടുകൊണ്ട് ഇതെന്താണ് ഇത് സംഭവിക്കുന്നത്, ഇങ്ങനെ നൃത്തം ചെയ്യാനാണോ നിങ്ങളെ സ്കൂളിലേക്ക് വിടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള സാധാരണ സ്ത്രീകൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലും ഇവർക്ക് എന്തിനു പറയുന്നു, സ്ത്രീകൾ സ്റ്റേജിൽ കയറിക്കൂട്ടാന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ് ഇവർക്കുള്ളത്. സ്റ്റേജിൽ ഒരു സ്ത്രീ കയറിക്കൂട്ടാന്ന് പറയുന്ന അതിനെതിരെയൊന്നും യാതൊരുവിധ പ്രതിഷേധമോ ഒന്നും ഇവിടെ കണ്ടിട്ടില്ല. ഇപ്പൊ യോഗ എന്നാലും ശരി തന്നെ പല മുസ്ലിം സ്ത്രീകളും
അവര് വളരെയധികം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, അവരുടെ എന്താ ജിമ്മിൽ പോകണ്ട, അവർക്ക് വീട്ടിന് പുറത്തിറങ്ങണ്ട, ഒരു മുറിക്കകത്ത് അവർക്ക് വളരെ സ്വസ്ഥമായിട്ടിരുന്ന് ആസനങ്ങളായിരുന്നാലും പ്രാണായാമങ്ങളായിരുന്നാലും ധ്യാനമായിരുന്നാലും എല്ലാം ഇരുന്ന് ചെയ്ത് അവരുടെ ശരീരത്തെ ടോൺ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു വ്യായാമ മുറയാണ്. അപ്പൊ അതുപോലും ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറയാം. പക്ഷെ ഇവർക്കിത് ചെയ്യണമെന്ന അങ്ങേയറ്റത്തെ താല്പര്യവും. എന്റെ ഒരു ചെറിയ അറിവ് ശരിയാണെങ്കിൽ ഈ യോഗ ശ്വാസം കൊണ്ടുള്ള പരിപാടിയാണ്. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ഇക്കണക്കിന് പോവുകയാണെങ്കിൽ നാളെ ഒരു ഡോക്ടർക്ക് നമ്മളോട് ശ്വാസം ഒന്ന് വലിച്ചു വിടൂ, ഇല്ലെങ്കിൽ ഒരു മിനിറ്റിൽ 8 തവണ നിങ്ങൾക്ക് ശ്വാസം വലിച്ചു വിടാൻ കഴിയുമോ എന്നൊക്കെ ഒരു ഡോക്ടർ ചോദിച്ചാൽ പോലും അതൊരു പാതകമായിട്ട് മാറും. ഇനി സുംബയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു കൊളംബിയയുടെ ഒരു നൃത്തരൂപവും അതുപോലെ തന്നെ മനസ്സും ശരീരവും ഒക്കെ ശരിയാക്കുന്ന ലളിതമായ ഒരു മാർഗമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. നമ്മുടെ ഒരു വ്യക്തി, ഒരു തൊഴിലാളി, ആ തൊഴിലാളി ശരാശരി ഒരു ദിവസം വർക്ക് ചെയ്യുന്നത് 8 മണിക്കൂറാണ്. ഇവിടെ ഒരു സ്കൂൾ കുട്ടി ജോലി എടുക്കുന്ന, പണിയെടുക്കുക എന്ന് തന്നെ വേണമല്ലോ അതിനും പറയാനായിട്ട്, 15 മണിക്കൂറാണ്. രാവിലെ 6:30 ആ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് 6:30 തിരിച്ചെത്തുന്നു. ആ കുട്ടി ഒന്ന് കുളിക്കുകയോ ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയോ ചെയ്താൽ വീണ്ടും പഠനം ആരംഭിക്കുകയാണ് രാത്രി 10:30 വരെ. തളർന്ന് ഉറങ്ങുകയാണ് ആ കുട്ടി. ആ കുട്ടിയുടെ ശാരീരികവും മാനസികവുമായി നമ്മൾ കൊടുക്കുന്ന ഒരു വലിയ വിലയുണ്ട്. അതായത് ഈ മയക്കുമരുന്നിലേക്കും മറ്റ് കാര്യങ്ങളിലേക്ക് ഈ കുട്ടികൾ പോകുന്ന ആദ്യം സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ മയക്കുമരുന്നിലേക്ക് പോകുന്നത്. നമ്മൾ പലപ്പോഴും പറയും അതൊരു രസത്തിന് പോകുന്നതാണ്. രസമല്ല, അത് സ്വതന്ത്രമല്ല. കുട്ടി രാവിലെ 6:30 മണിക്ക് ഒരു പട്ടാളക്കാരന് പോലും അത്രയും സമയം ജോലി ചെയ്യേണ്ടി വരില്ല നോർമൽ ടൈമിൽ, യുദ്ധമല്ലാത്ത സമയത്ത്. ഈ കുട്ടി രാവിലെ തന്നെ ഈ കാലില് സോക്സും ഇതുമൊക്കെ വലിച്ചു കയറ്റി വലിഞ്ഞു മുറുകി ഇരുന്ന് വൈകുന്നേരം സ്കൂൾ വിടുന്ന വരെ അതേപോലെ ഇരുന്ന് വൈകിട്ട് വന്നാൽ വീണ്ടും ട്യൂഷൻ ഉണ്ട്, ഇല്ലെങ്കിൽ അതിനെ പഠിപ്പിക്കും. മിനിമം 15 മണിക്കൂറാണ്. 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു ശരാശരിക്കാരന്റെ കേരളത്തിലെ ശമ്പളം 1200 രൂപയാണെങ്കിൽ ഈ കുട്ടിക്ക് പെർ ഡേ 2500 രൂപ അങ്ങോട്ട് കൊടുക്കേണ്ടതല്ലേ? കാരണം ഇവിടെ 2 രീതിയിലാണല്ലോ നമ്മൾ ജോലിക്ക് ശമ്പളം കൊടുക്കുന്നത്. ഒന്ന് ശാരീരിക അധ്വാനത്തിന് കൊടുക്കുന്ന ശമ്പളമല്ല നമ്മൾ ബ്രെയിൻ കൊണ്ട് വർക്ക് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നു, മാനസികം. കാരണം ബ്രെയിൻ ഉണ്ടാകുന്ന തേയ്മാനങ്ങൾ മാറ്റാൻ കഴിയില്ല, ശരീരത്തിലുണ്ടാകുന്ന തേയ്മാനം മാറ്റാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ സാലറി തന്നെ 2 ടൈപ്പിൽ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കുട്ടിക്ക് ശരാശരി ഒരു 1.5 ലക്ഷം രൂപ സാലറിയുടെ വർക്കാണത് ഒരു മാസം ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ആ കുട്ടിക്ക് മാനസികമായ ഉല്ലാസം നൽകുന്നതും ഒപ്പം തന്നെ ശാരീരികമായി അതിനൊരു എന്താ പറയുന്ന സ്ട്രെസ് കുറയ്ക്കുന്ന കാര്യങ്ങളിലേക്കും പോയില്ല എന്നുണ്ടെങ്കിൽ വലിയ വിപത്തായിരിക്കും. ഇതിപ്പോ കേരളത്തിൽ എന്തോ ഒരു പുതിയ സംഭവം കണക്കാണ്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഇതിനു വേണ്ടി തന്നെ പ്രത്യേക അവറുകളുണ്ട്. PT നിർബന്ധമാണ്. കേരളത്തിൽ പണ്ട് PT ഉണ്ടായിരുന്നു, ഇപ്പൊ PTയും ഇല്ല, ഒന്നുമില്ല. ഈ കുട്ടികൾ രാവിലെ പോകുന്നു. അവരുടെ ഒരു മാനസിക വിഷമോ ഇല്ലെങ്കിൽ അവരുടെ മാനസിക ബുദ്ധിമുട്ടുകളോ ശാരീരിക ബുദ്ധിമുട്ടുകളോ രക്ഷകർത്താക്കൾ പോലും മനസ്സിലാക്കുന്നില്ല. ഫുൾ ടൈം ഇവർക്ക് പഠനത്തെക്കുറിച്ചും നാസയിലെ കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർക്ക് സ്ട്രെസ് കൂടുകയാണ്. അത് കുറയ്ക്കാൻ ഒരു മാർഗം ചെയ്യണം. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു മാർഗങ്ങളിലൊന്നാണ് ഈ സൂംബ. ഇനി വേണ്ട, മതമാണ് പറയുന്നതെങ്കിൽ ഓരോ മതത്തിനനുസരിച്ചിട്ടുള്ള എക്സർസൈസ് ചെയ്താൽ പോരെ? അത് ചെയ്യാമല്ലോ. അതെങ്കിലും കുറഞ്ഞ പക്ഷം ചെയ്യണ്ടേ? ഇവർക്ക് മാനസിക ഉല്ലാസത്തിന് ഓരോ മതത്തിലും എന്താണോ അത് ചെയ്യട്ടെ. യോഗ ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാം, സൂംബ കളിക്കേണ്ടവർക്ക് അത് ചെയ്യാം. ഇനി അതല്ല ഓട്ടവും ചാട്ടവും മതിയെങ്കിൽ അത് ചെയ്യാം. ഇതിന്റെ ബേസിക് പ്രശ്നം ഇതാണെന്ന് ഞാൻ കരുതുന്നില്ല വിചേട്ടാ. ഇതിന്റെ ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പുരയെന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്നിവരുടെ ഒരു ശാഠ്യമാണ്. ഈ വ്യായാമം ചെയ്തോട്ടെ, ഇപ്പം ഇസ്ലാമിക പരമായിട്ടുള്ള എന്തെങ്കിലും വ്യായാമം ഉണ്ടെങ്കിൽ അതും ചെയ്തോട്ടെ. അത് ചെയ്യുമ്പോഴും സ്ത്രീകൾക്ക് അത് ചെയ്യാൻ അനുവാദം വേണ്ടേ? സ്ത്രീകൾ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇവരുടെ ബേസിക് പ്രശ്നം. അതാണ് ഇപ്പൊ ആണുങ്ങൾ മാത്രം, ഇപ്പൊ പുരുഷന്മാർക്ക് മാത്രമാണ് ഈ സുംബ ഡാൻസ്. ഇപ്പം എന്താണ് ഈ ബോയ്സ് സ്കൂളിലാണ് ഈ സുംബ ഡാൻസ് അനുവദിച്ചിരുന്നതെങ്കിൽ സ്ത്രീകളുള്ളതും മിക്സഡ് സ്കൂളുകളിലും ഇങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞില്ലെങ്കിൽ ഈ വിവാദമേ ഉണ്ടാകില്ലായിരുന്നു. ഇവരുടെ ബേസിക് പ്രശ്നം ഇതാണ്, ഈ സ്ത്രീകളോടുള്ള ഇവരുടെ ഒരു അടിച്ചമർത്തൽ മനോഭാവം. അല്ല, ഇനി അവർക്ക് അധികം നാൾ അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ പഞ്ചായത്ത് രാജ് വന്നതോടുകൂടി തന്നെ അത് പൊളിഞ്ഞു. പഞ്ചായത്ത് രാജ് വന്നപ്പോഴും എല്ലാവരും കൂടെ പറഞ്ഞത് എന്താണ്? സ്ത്രീകളോ അവർക്ക് ഭരിക്കാൻ അറിയാമോ, അവർ അധികാരത്തിലേറുമോ? ഇന്ന് 50% ആണ് അവരുടെ സംവരണം ഇലക്ഷന്. നമ്മുടെ പഞ്ചായത്തിൽ 10 സീറ്റുണ്ട്, 5 സീറ്റ് സ്ത്രീകൾക്ക് കൊടുക്കണം. അപ്പൊ എന്താണ്, അധികാര തളങ്ങളിൽ എത്തണമെങ്കിൽ ആണുങ്ങൾക്ക് പറ്റില്ലല്ലോ, അല്ലെങ്കിൽ സ്ത്രീവേഷം കെട്ടാൻ പറ്റത്തില്ലല്ലോ ആണുങ്ങൾക്ക്. അപ്പൊ അവർക്ക് കൊടുത്തേ പറ്റൂ. അങ്ങനെ സമസ്ത മേഖലകളിലും സ്ത്രീകൾക്ക് മുൻഗണന വരികയും അവർ മുന്നേറുകയും ചെയ്യുമ്പോൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്ക്, ഇന്നിപ്പം കൂടുതൽ ഡോക്ടർമാർ വരുന്നത് ഈ സമുദായത്തിൽ നിന്നാണ്, കൂടുതൽ എഞ്ചിനീയർമാർ ഈ സമുദായത്തിൽ നിന്ന്, പെൺകുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. സിവിൽ സർവീസിലേക്ക് അവർ വരുന്നുണ്ട്. അവരൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട്, ഇല്ലെങ്കിൽ മതത്തെ പൊട്ടിച്ചെറിയുകയല്ല, ഇങ്ങനെയൊക്കെ ഉള്ളതിന് ചെവി കൊടുക്കാതെ അവരിരുന്ന് കാരണം വെച്ചാൽ അവരുടെ രക്ഷകർത്താക്കൾ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് അവരുടെ കുട്ടികളെ അവർ നന്നാക്കി വിടുകയും
മറ്റുള്ളവർക്കെതിരെ തിരികുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. ഇവരുടെയൊക്കെ ഈ പറയുന്ന ആളുകളുടെ ഒക്കെ കുടുംബത്ത് പോയെന്ന് തിരക്കാമെങ്കിൽ പലരും നല്ല ജോലികളിൽ ഇരിക്കുന്നത് കാണാം. എന്തായാലും വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് MBBS പാസ്സാകാൻ കഴിയില്ല. അപ്പം ഇത് മാറേണ്ട സമയം കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ വിവാദം ഉണ്ടാകുന്നു കേട്ടു. സുരേഷ് ഗോപി നായകനായിട്ടുള്ള ജാനകി എന്നൊരു പേര് പരാമർശിച്ചു. അത് കണ്ടപ്പോൾ കൗതുകമാണ് അതെ. തോന്നിയത്. കാരണം നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ മതങ്ങളും, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും, അതിലെ ദൈവങ്ങളുടെ പേരുകളുമായി സാമ്യം വരുന്നതോ ഇല്ലെങ്കിൽ പര്യായമായിട്ട് വരുന്നതോ ആണ് എല്ലാ മനുഷ്യരുടെയും പേര്. ആധുനിക കാലത്ത് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഏതാണ്ട് ഒരു 95%, ഇപ്പൊ ഇസ്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എല്ലാ പേരുകളും അതിൽ വരുന്നത്. ക്രിസ്ത്യാനിസിന്റെ ആയാലും അങ്ങനെ തന്നെയാണ്, ഹിന്ദുക്കളുടെയും അങ്ങനെ തന്നെയാണ്. ഹിന്ദുക്കൾക്ക് 28 പേരിടുമ്പോൾ തന്നെ ഒരു ചെവിയിൽ മോളാണെങ്കിൽ പാർവതി എന്നും ആണാണെങ്കിൽ പരമശിവൻ എന്നും അല്ലേ ഒരു ചെവിയിൽ വിളിക്കുന്നത്. പിന്നീടല്ലേ നമ്മൾ വേറെ പേര് വിളിച്ചു തുടങ്ങുന്നത് തന്നെ. അപ്പൊ അതെ. എല്ലാം അതുമായി ബന്ധപ്പെട്ട് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പേരിടും? ജാനകി എന്നൊരു പേര് കൊടുക്കുന്നു. ഈ എത്രയോ ജാനകിമാര് നമ്മുടെ ഈ ഇന്ത്യയിലുണ്ട്, ഇന്ത്യക്ക് പുറത്തുണ്ട് ജാനകിമാരുണ്ട്. എല്ലാ ജാനകിമാരും ദൈവികമായ കാര്യങ്ങളാണോ ചെയ്യുന്നത്? അതല്ല. അങ്ങനെ നമ്മൾ എല്ലാത്തിനും മതം തിരയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടായി വരും. ഇപ്പോഴിത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ മതം തിരിയുന്നതെങ്കിൽ നാളെ ചിലപ്പോൾ ഈ പച്ചക്കറിയുടെ പേരിലോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിൽ കൂടെ മതം തിരിയാൻ തുടങ്ങും. അത് ബുദ്ധിമുട്ടാവും. അപ്പൊ സർക്കാർ ഇതിന് വഴിപ്പെടുന്നതാണ് അതെ. ഒന്നാമത്തെ ഒരു പ്രശ്നം. സർക്കാർ ഇതിന് വഴിപ്പെട്ട് ഏതെങ്കിലും ഒരു സർക്കാർ വേണം ഈ പൂച്ചയ്ക്ക് മണി കെട്ടാനായിട്ട്. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതിലും കഷ്ടമായിരുന്നു. UP എന്നൊക്കെ പറഞ്ഞാലും ബീഹാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും കഷ്ടമായ ഒരു രീതിയായിരുന്നു. പക്ഷെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവരൊരുപാട് മാറിക്കഴിഞ്ഞു. കാരണം ഇതിന് ഒരാൾ വേണം, പൂച്ചയ്ക്ക് ഒരു മണി കെട്ടാൻ ഒരാൾ വേണം. കാരണം ഇനിയും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ മത പ്രീണനവും നടത്തി മുൻപോട്ട് പോകാൻ ഒരു ഇഞ്ച് കഴിയില്ല. അത് 100% ഉറപ്പാണ്. ഒരുപക്ഷെ എനിക്ക് ഇപ്പോഴും തോന്നുന്നു നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ഫലം ഇടതുപക്ഷത്തിന് ആത്മവിശ്വാസം നൽകേണ്ട ഒരു ഫലമാണ്. കാരണം അവിടെ എവിടെയാണ് വോട്ട് ചോർന്നത്? ഇടതുപക്ഷത്തിന്റെ ഒരു വിഭാഗത്തിന്റെ വോട്ട് മാത്രമാണ് ചോർന്നത്. മറുവിഭാഗവും അവരെ കൈവിട്ടിരുന്നെങ്കിൽ അവരെവിടെ ചെന്ന് നിന്നേനെ? പിന്നെ അതെ. അവിടെ സ്ഥാനാർത്ഥി പിഴച്ചു പോയി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ സ്ഥാനാർത്ഥിയുടെ വായിരിപ്പ് കൊണ്ട് കുറെ എതിരാളികളെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതല്ലാതെ അത് ഇടതുപക്ഷത്തിന് കണ്ണു തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ മതപ്രീണനം, കാരണം അവിടെ എല്ലാ മത സംഘടനകളും ഈ പറയുന്ന CPM എതിരായിട്ട് അവിടെ പ്രവർത്തിച്ചിട്ട് പോലും അവർക്ക് വലിയ വോട്ടൊന്നും അവിടെ കുറഞ്ഞില്ല. പിന്നെ അവർക്കൊരു 10-20,000 വോട്ട് നഷ്ടപ്പെട്ടു. അതിനകത്തൊരു 10,000 വോട്ട് അവരുടെ കേഡർമാരുടെ വോട്ട് തന്നെയാണ്. അത് എല്ലായിടത്തും ഒരു വിഭാഗം, അവരുടെ കൂടെ നിൽക്കുന്ന ഒരു വിഭാഗം വോട്ട് മറ്റ് സ്ഥാനാർത്ഥികൾക്ക്, ആ വിഭാഗത്തിൽ അല്ലെങ്കിൽ ആ മതത്തിൽപ്പെടുന്നവർക്ക് വോട്ട് മറിച്ചു കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ഇത് നിലമ്പൂരിന്റെ കഥ വെച്ചുകൊണ്ട് കേരളം മുഴുവൻ നമുക്ക് അളക്കാനും കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊരാൾ ചെയ്തേ പറ്റൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ നടപ്പാക്കണം. ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി ഇപ്പൊ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് വളരെ കറക്റ്റാണ്. അദ്ദേഹം പറയുന്നത് ഇത് നടപ്പാക്കിയേ പറ്റൂ എന്ന്. എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഇവരെ ചുമ്മാതെ ഈ വിളിച്ചിരുത്തിയിട്ട് മയക്കുമരുന്നിനെതിരെ ക്ലാസ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. കുട്ടികളെ നമുക്ക് 2 മണിക്കൂർ ക്ലാസ് എടുക്കാമെന്നല്ല, ഈ കുട്ടികളുടെ തലയിലൊന്നും അത് കയറില്ല. മക്കൾ അങ്ങനെ ചെയ്യരുത്, പോകരുത് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് കേൾക്കില്ല. പകരം അവർക്ക് കുറെ റിലാക്സേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അവരുടെ ഈ മൈൻഡ് കുറച്ച് കൂളായി കഴിഞ്ഞാൽ. മൈത്രേയൻ പറയുന്നത് പോലെ MDMA ലീഗലാക്കി കഴിഞ്ഞാൽ ഇതിനൊരു അറുതി വരുമോ? അല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അവർ ആ വഴി പോകില്ല. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അവർക്ക് സ്ട്രെസ് കുറയ്ക്കാമെങ്കിൽ അവർ ആ വഴി പോകില്ല. അവർക്ക് മെന്റലി ഭയങ്കര സ്ട്രെസ്സാണ്. ആ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ ഏറ്റവും നല്ല മാർഗം ഈ എക്സർസൈസ് തന്നെയാണ്. നന്നായി എക്സർസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയും, ഒരു കുട്ടിയാണേലും ഒരു വ്യക്തിയാണേലും മറ്റൊരു വഴി ചിന്തിക്കത്തില്ല, ഇല്ലെങ്കിൽ മറ്റൊരു വഴി അതെ. പോകില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. എത്ര പേര് അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയത്, ഞാൻ അത് ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ ക്രൈം നടക്കുമ്പോൾ അതിനകത്ത് എത്ര ഈ ജിംനേഷ്യത്തിലെ മാസ്റ്റർമാരുണ്ട്? വളരെ കുറവാ, അപൂർവമായിട്ടെങ്ങാണ് കാണത്തുള്ളൂ. അതെ. ചുരുക്കം. എത്ര യോഗ മാസ്റ്റർമാരുണ്ട് അതിനകത്ത്? യോഗ മാസ്റ്റർമാരും ഇല്ല, അല്ലേ? അതേസമയം എത്ര അധ്യാപകരുണ്ട്? ഇവരെക്കാളൊക്കെ കൂടുതലല്ലേ അധ്യാപകര്? അതെ. അതെ. അപ്പൊ അതിൽ നിന്ന് അർത്ഥം എന്താണ്? ബോഡിയിൽ നമ്മൾ സ്ട്രെസ് കുറയ്ക്കുമ്പോൾ മൈൻഡിലും അത് ഉണ്ടാകും. എന്താ ആരോഗ്യമുള്ള ജിമ്മിന്റെ ശരീരത്തിലെ മാസ്റ്റർക്ക് ആരോഗ്യമുള്ള നല്ല മനസ്സുണ്ടാകും. മനസ്സുണ്ടാകും. അങ്ങനെ ഒരു മനസ്സ് വളർത്തിയെടുത്താൽ മാത്രമേ ഈ മയക്കുമരുന്നിനെതിരായിട്ടായാലും ക്രൈംസിനെതിരായിട്ടായാലും ഒക്കെ നമുക്കൊരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ കഴിയും. അതല്ല നമ്മൾ മയക്ക് വെച്ചിട്ട് ഈ കുട്ടികളെ ആഴ്ച 4 ദിവസം വെച്ച് ക്ലാസ് എടുക്കാം എന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അതാണ് അതിന്റെ ഒരു കറക്റ്റ് കാര്യം. ഇത് ഞാൻ എൻ്റെ ഒരു ഐഡിയ ആണ് പറഞ്ഞത് കേട്ടോ.
ഈ ഇതിലെ ഉം ക്രൈംസിലൊന്നും ഉം ഉം. ഇവരില്ലല്ലോ എന്നുള്ളത്. ഞാൻ ഇങ്ങനെ ഇത്ര നാളായിട്ട് പരിശോധിക്കുമ്പോൾ അല്ല ആരും അത് കാണാറില്ല, അല്ല ഞാൻ അതുകൊണ്ട് ഞാൻ പറയട്ടെ, പറഞ്ഞതേ ഉള്ളൂ. അതിന്റെ പിന്നിലുള്ള സൈക്കോളജി എന്താ അറിയോ? അത് ഞാൻ കുറച്ച് നാള് ഇതൊക്കെ ജിമ്മിലൊക്കെ പോയിരുന്നോണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഈ നമ്മളൊരു ജിമ്മിൽ പോവുക, നമ്മളൊരു യോഗയിൽ പോവുക, യോഗ പഠിക്കാൻ പോവുക, അല്ലെങ്കിൽ നമ്മളൊരു മാർഷൽ ആർട്ട് പഠിക്കാൻ പോവുക, അപ്പൊ കളരി ആയിക്കോട്ടെ, കരാട്ടെ ആയിക്കോട്ടെ, കൊങ്ഫു ആയിക്കൊള്ളട്ടെ, എന്തോ ആയിക്കൊള്ളട്ടെ, ഇതൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ആദ്യം നമുക്കുണ്ടാകുന്ന ധാരണയെന്ന് പറഞ്ഞാൽ ഇത് പഠിച്ചു കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയിട്ട് നാട്ടുകാരെ മൊത്തം തല്ലി അങ്ങ് റെഡിയാക്കണം. സീരിയസ്ലി പഠിക്കാൻ പോകുന്ന എല്ലാവരുടെയും മനസ്സിൽ ഇതാണ് അവരുടെ ധാരണ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജാക്കി ചാനെയൊക്കെ പോലെ മറ്റേ ഒരു മരത്തിന്റെ മണ്ടയിൽ നിന്ന് മറ്റൊരു മരത്തിന്റെ മണ്ടയിലേക്ക് എടുത്ത് ചാടുക, ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വേറൊരു കെട്ടിടത്തിലേക്ക് എടുത്ത് ചാടുക. ജിമ്മിലൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ പുറത്തിറങ്ങി ഇങ്ങനെ വിങ്സും ചെസ്റ്റും ഒക്കെ വിടർത്തി വെച്ച് നടന്ന് ഷോ ഒക്കെ കാണിക്കുക, മറ്റേ കിരീടത്തില് ഹൈദ്രോസ് നടക്കും പോലെ മറ്റേ ഇങ്ങനെ നടന്നിട്ട് നാട്ടുകാരെ കുറച്ച് പള്ളു പറയുക. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു മിഥ്യാധാരണ എന്ന് പറയുന്നത് തുടക്കത്തിലുണ്ടാകുന്നത്. പക്ഷേ ഇത് നമ്മൾ പഠിക്കാൻ എടുക്കുന്ന ഒരു എഫേർട്ടുണ്ട്. ആ എഫേർട്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പൊ ഈ ജിമ്മിൽ പോയി കഴിഞ്ഞാലും ഞാൻ ഒരു ദിവസം പോയാലും എൻ്റെ ശരീരത്തിൽ മസിലൊന്നും വരില്ല, രണ്ടാമത്തെ ദിവസം പോയി കഴിഞ്ഞാലും വരില്ല. ഇതിന് ഡയറ്റ് ഉണ്ട്. ഈ ഡയറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ടം കീറിപ്പോവും. കാരണം അത്ര നമ്മൾ അപ്പുറത്തിൽ നിന്ന് ഒരാൾ രസഗുള കഴിക്കുമ്പോൾ ഇപ്പുറത്തിൽ നിന്ന് ഞാൻ സാലഡ് കഴിച്ചാൽ മാത്രമേ എനിക്ക് ആ ഒരു ത്യാഗം വേണം ഇതിൽ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മസിൽ ഉരുണ്ട് വരാനായിട്ട് ഈ ചിലപ്പോൾ 6 മാസം ഡയറ്റ് എടുക്കുമ്പോഴായിരിക്കും, ഡയറ്റും എക്സസൈസും കൂടെ ചേർന്നാലേ ഇത് വരത്തുള്ളൂ. ഇത് വന്ന് തുടങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു സന്തോഷം. അപ്പൊ ഇത് വരാനെടുക്കുന്ന ആ സമയം, ഇനി ഇത് വന്നു കഴിഞ്ഞാലോ ഇത് പോകാൻ വലിയ പാടാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്കുണ്ടാകുന്ന ഒരു സർട്ടൺ കോസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം 1, 2, 3 വർഷത്തിൽ നമ്മൾ ഇങ്ങനെ താലോലിച്ച് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കി എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മൈൻഡ് വളരെ കാമായിരിക്കും. കാരണം നമ്മൾ ഈ എഫേർട്ടിലൂടെയാണ് കടന്നു വന്നത്. അപ്പോൾ നമ്മുടെ തോട്ടം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരുത്തന്റെ മെക്കിട്ട് കയറി കഴിഞ്ഞാൽ അവൻ തിരിച്ചെന്നെ എന്തായാലും അടിയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കാനുള്ളതല്ല ഇങ്ങോട്ട് കൊള്ളാനുള്ളതുമാണല്ലോ, അവൻ തിരിച്ചെന്നെ അടിക്കും. അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എൻ്റെ ശരീരത്തിന് ക്ഷതം സംഭവിക്കും. ഇതൊക്കെ ഉരുട്ടിക്കയറ്റാൻ ഞാൻ എത്ര കൊല്ലം പണിയെടുത്തതാണ്. ഇതാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന തോട്ട്. ഇതൊക്കെ ഉരുട്ടിക്കയറ്റാൻ ഒരു പോലീസ് കേസായിട്ട് ഞാൻ ജയിലിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ഈ ദിനചര്യ മുടങ്ങും, എൻ്റെ ശരീരം നശിക്കും. ഇതൊക്കെ 5-6 കൊല്ലത്തെ പ്രയത്നമാണ് എൻ്റെ കയ്യിലെ മസിൽ എന്ന് പറയുന്നത്. അല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ 2 ദിവസത്തെ സ്റ്റിറോയിഡ് കുത്തിവെച്ച് ഉണ്ടാക്കിയല്ല. അപ്പൊ ആ ഒരു ശരീരത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമ്മൾ മാറും. അതാണ് ബേസിക് ആയിട്ടുള്ള കാരണം. പിന്നീട് നമ്മൾ തല്ലിനോ പിടിക്കോ, അത് കളരി ആയിരുന്നാലും കരാട്ടെ ആയിരുന്നാലും എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇതൊക്കെ പരിശീലിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട് എത്ര സമയമെടുത്ത് ഞാൻ. അപ്പോൾ ഒരുത്തനെ അടിക്കാൻ പോയിട്ട് ഒരു വെട്ട് കിട്ടി 10 ദിവസം കിടന്നു കഴിഞ്ഞാൽ എൻ്റെ ഈ സ്കില്ലെല്ലാം ഒലിച്ചു പോകും, പിന്നെ ഞാൻ വട്ടപ്പൂജ്യവും. അതുകൊണ്ട് ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇതാണ് ഒരു സർട്ടൺ കൈൻഡ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ജീവിച്ചു പോകും. അതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും സുംബ ഡാൻസ് ഇപ്പോൾ സർക്കാർ നടത്തും എന്നാണ് പറയുന്നത്. വലിയ ശക്തമായിട്ടൊന്നും അവർ പറഞ്ഞിട്ടില്ല. അവരെ അനുനയിപ്പിക്കണം, അവരെ അനുനയിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ശിവൻകുട്ടി ചാടി കടിക്കുന്ന ഒരു മനുഷ്യൻ, ഹഷ്മിയൊക്കെ പറയുന്നുണ്ട് 1982-ലോ 90-ലൊക്കെ ഒരു ശിവൻകുട്ടി ഉണ്ടായിരുന്നു, അന്ന് മുണ്ട് പറിച്ചടിയായിരുന്നു, നിങ്ങൾക്കറിയില്ല എന്ന ശിവൻകുട്ടിയൊന്നും നമ്മളിവിടെ കണ്ടിട്ടില്ല. എന്തായാലും കുട്ടികൾ പഠിച്ച് മാത്രമല്ല ഇത്തരത്തിലുള്ള പല പല ആക്ടിവിറ്റീസും ചെയ്ത്, ആർട്സ് ആണെങ്കിൽ ആർട്സ്, സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സ്, ടെക് ആണെങ്കിൽ ടെക്, അങ്ങനെ പലതും ചെയ്ത് വളരട്ടെ. അവരുടെ സർഗാത്മകമായിട്ടുള്ള ആ ഒരു കഴിവുകളെല്ലാം പുറത്തേക്ക് വരട്ടെ. അതിനൊന്നും അടിച്ചമർത്തി വയ്ക്കാതെ. താങ്ക് യു വിജു, താങ്ക് യു സോ മച്ച്.